സൈക്കോസൊമാറ്റിക് ഡിസീസ്, നമ്മുടെ മാനസികപരമായ കാര്യങ്ങൾ, അതും നമ്മളുമായി ബന്ധപ്പെട്ട എന്താണ് ഇന്നത്തെ ടോപ്പിക്? യെസ്, സൈക്കോസൊമാറ്റിക് ഡിസീസ്, ക്രോണിക് ബാക്ക് ആൻഡ് നെക്ക് പെയിൻ. പെയിനുകൾ പല രീതിയിൽ വരും, പ്രത്യേകിച്ച് ക്രോണിക് ആയ ബാക്ക് പെയിനുകൾ, നെക്ക് പെയിനുകൾ, ഇങ്ങനെ പല ഭാഗങ്ങളുള്ള പെയിനുകൾ. അതിൽ ഏറ്റവും വിഷമമുള്ള ഒന്നാണ് ബാക്ക് പെയിനും നെക്ക് പെയിനും ഒക്കെ. ഇപ്പൊ നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട് നെക്ക് പെയിൻ. ബാക്ക് പെയിൻ അല്ലെ, നെക്ക് പെയിൻ ഭൂരിപക്ഷം ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിന്റെ മാനസികപരമായ കണക്ഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ മാനസികമായ കണക്ഷൻസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കുള്ള വേദനകൾ, എവിടുന്ന് നമുക്ക് വേദന വരുന്നത്, വേദനയുടെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? വേദനയുടെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ചിന്തയാണെന്ന് അറിയാം അല്ലെ. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ ചിന്തക്കനുസരിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇനി എന്ത് ചിന്തകൾ, എന്ത് ഇമോഷൻസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, അതായത് നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതല്ലേ നമ്മൾ ഈ പറയുന്ന സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ കണക്ഷൻസ് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഈ വേദനകൾ നമുക്ക് വരാനുള്ള കാരണങ്ങളിലൊന്ന്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യം, അല്ലെങ്കിൽ വിഷമം, അല്ലെങ്കിൽ നീരസം എന്ന് പറയും, നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഉണ്ടാവും ഒരു സാധനം നമ്മൾ വല്ലാതെ ആഗ്രഹിച്ച് കിട്ടാൻ, നമുക്ക് നീരസം, റിസെന്റ്മെന്റ് ആണ് ഉണ്ടാവുക അല്ലെ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? നിങ്ങളെ ബാക്കും നെക്കിന്റെ ഭാഗത്തുള്ള മസിലുകളൊക്കെ അങ്ങ് ടൈറ്റ് ആവാൻ തുടങ്ങും. ഈ ടൈറ്റ്നസ് എവിടുന്ന വരുന്നത്? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ വരുന്നത്. നോട്ട് ചെയ്തോളൂ, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇമോഷണലി നമ്മളെ ആങ്കർ, സാഡ്നെസ്, റിസെന്റ്മെന്റ് ഒക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ വേദന വരുന്നത് കാണാൻ പറ്റും. രണ്ടാമത്തതാണ്, നമുക്ക് നല്ല എന്താ പറയാ, നല്ല ഹാർഡ്ലി നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, റെസ്പോൺസിബിൾ ആവുക. നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി, നമുക്ക് റെസ്പോൺസിബിലിറ്റി എങ്ങനെ ഉണ്ടാവുന്നത്? നമുക്ക് ജോലി തരിക. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ, ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും. എന്നുണ്ടാവും? ബാക്ക് പെയിൻ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബാക്ക് പെയിൻ വന്നിട്ടുണ്ടാവും. നമ്മൾ എന്താ പറയാന്, അരമുറിഞ്ഞ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അര അങ്ങ് മുറിയും. ഇതാണ് ഏത്? ബാക്ക് പെയിൻ. ഇനി അടുത്തതാണ്, ഇതൊക്കെ ഇതിന്റെ മനസ്സിന്റെ കണക്ഷൻ ഞാൻ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത്, നമുക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടാവാം. നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യാനില്ല നമുക്ക് തോന്നുക. ഓക്കെ, ഇതേപോലെ നമുക്ക് തോന്നുകയാണ് നമുക്ക് സെക്യൂർ അല്ല, നമ്മൾ സെക്യൂർ അല്ല എന്ന് തോന്നുക. ഇങ്ങനത്തെ സമയത്താണ് നമുക്ക് കറക്റ്റ് ലോവർ ബാക്ക് പെയിൻ വരിക. എന്താണ് വരിക? ലോവർ ബാക്ക് പെയിൻ. ഇത് എന്തുമായിട്ട് കണക്ഷൻ ഉണ്ട്? അവിടെ മൂലാധാര ചക്രമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇൻസെക്യൂർ ആവുക, സെക്യൂരിറ്റി ഇല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവുക നമുക്ക്. ഓക്കെ, നമുക്ക് നല്ലൊരു വീടില്ലാതിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് വരും? ബാക്ക് പെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വരും. ആ ചിന്ത റിഫ്ലക്സ് തലത്തിൽ, നമ്മുടെ നാഡീ തലത്തിൽ വന്നിട്ട് നമുക്ക് വേദന ക്രിയേറ്റ് ചെയ്യും. പിന്നെ അടുത്തത്, ക്രോണിക് ആയിട്ട് നമുക്ക് സ്ട്രെസ് വരിക. നല്ല ക്രോണിക് സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ മസിലൊക്കെ അങ്ങ് ടൈറ്റ് ആവും. ഇപ്പൊ നെർവൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകിയിരിക്കും. അപ്പോൾ നല്ല വേദന വരും. അതാണ് മറ്റുള്ള എല്ലാ വേദനകൾക്കും കാരണം. ഇതേപോലെ തന്നെ ഇങ്ങനെ വരുന്ന സമയത്ത്, ഇങ്ങനെ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും സംഭവങ്ങളും വരുമ്പോൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സാഡ്നെസ്, ആങ്കർ, റിസെന്റ്മെന്റ്, നമുക്ക് പിന്നെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഫീലിംഗ് വരിക, എങ്ങനെ ഞാൻ മുന്നോട്ട് പോവാം. അങ്ങനെയുള്ള ആൾക്ക് നെക്ക് പെയിൻ ഒക്കെ വരും. ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, ഈ വേദന എനിക്ക് മാറും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഫീലിംഗ് സ്റ്റക്ക്, നിങ്ങൾക്ക് സ്റ്റക്കാണെന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് നെക്ക് പെയിൻ വേഗം വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ഇമോഷൻസും നമുക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ, നാഡീതലത്തിൽ നമുക്ക് ടൈറ്റാണ് ഫീൽ ചെയ്യുക. ആ ഭാഗങ്ങളൊക്കെ ഡിസോർഡർ ആകുന്ന അവസ്ഥ വരും. ഒരുപാട് കാലത്തേക്ക് നമുക്ക് അത് അനുഭവപ്പെടും. അതൊക്കെ പിന്നീട് അധികമാകുമ്പോൾ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങും, കൈ ഇങ്ങനെ ഷിവർ ചെയ്യാൻ തുടങ്ങും. ഷിവർ ചെയ്ത് പിന്നെ കൈ ഇങ്ങനെ സ്റ്റക്ക് ആവും തുടങ്ങും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനത്തെ സമയത്ത് നമ്മുടെ ബോഡിയിൽ നെഗറ്റീവ് ഹോർമോൺ ഉണ്ട്. പേര് നോട്ട് ചെയ്തോളൂ, കോർട്ടിസോൾ. നിങ്ങൾ ഏതെങ്കിലും ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് കോർട്ടിസോൾ കൗണ്ട് കൂടുതലായിട്ട് കാണാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താണ്? ഒരു പരിധിക്കപ്പുറം കോർട്ടിസോൾ
നമ്മുടെ ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ അത് നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കും. ആരെ ബാധിക്കും? ബ്രെയിനിനെ ബാധിക്കും. അപ്പൊ നമുക്ക് എന്ത് വരുന്ന അറിയാം? ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയും. പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകുന്നുണ്ടെന്ന് പറയും. ഇപ്പൊ പറഞ്ഞാൽ പെട്ടെന്ന് മറന്നു പോവാം. അത് ഇതാണ് ഈ അവസ്ഥ. പഠിപ്പിക്കുന്നത് സൈക്കോളജിയാണ്. സൈക്കോളജിക്കൽ നമ്മുടെ ബോഡി മൈൻഡ് കണക്ഷനാണ് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റൂല. നല്ല പെയിൻ ഉണ്ടാവും. കാലിങ്ങനെ എടുത്ത് പൊക്കി വെക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. സമയം കുറേ സമയം എടുക്കും. ഇതൊക്കെ ഈ ചിന്തകളുമായിട്ട് വന്ന് അത് നാഡീതലത്തിൽ പോയിട്ട് എഫക്റ്റ് ഉണ്ടാക്കി വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചിന്തയെന്ന് അതൊക്കെ വരുന്നത് മനസ്സിലാക്കുക, ഇമോഷൻ എന്നാണ് വരുന്നത് മനസ്സിലാക്കുക. നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിൽ നല്ല സ്റ്റിഫായിട്ട് നമുക്ക് അനങ്ങാൻ പറ്റാതെ നല്ല പോലെ പെയിൻ ആയിട്ട് കിടക്കും. ഇതേപോലെ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ ഒരേപോലെ രണ്ട് ചക്രങ്ങളാണ് ഇത് ബ്ലോക്ക് ആക്കുക. ഒന്ന് മൂലാധാര ചക്രത്തിനെയും രണ്ട് കണ്ഠചക്രത്തിനെയും. കണ്ഠചക്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഈ ലോകമായിട്ട് കണക്ട് ചെയ്യുന്ന എന്താണ്? സംസാരമാണ്. ഇപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, എന്താ സംഭവിക്കുക? നമ്മുടെ ഉള്ളിൽ ഈ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വി കാനോട്ട് ടോക്ക് ഫ്ലുവൻ്റ്ലി. നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് പറയാൻ കഴിയില്ല. ഞാനീ പറഞ്ഞത് സത്യസന്ധമായിട്ട് പറഞ്ഞ എത്ര പേര് അനുഭവിക്കുന്നുണ്ട് ഈ സാധനം? നമ്മൾ പറഞ്ഞ ആള് വിശ്വസിക്കില്ല. അപ്പോ 17 വർഷം അനുഭവിക്കുന്നുണ്ട് സാറേ. 17 വർഷം. യെസ്, ഞാനീ പറഞ്ഞ ആരൊക്കെ അനുഭവിച്ച കുറെ ആളുകൾ, അനുഭവിക്കുന്ന ആളുകളോട് ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ ഫ്യൂച്ചറിൽ അനുഭവിക്കുന്നതിനെ നേരത്തെ മനസ്സിലാക്കണം. ഇത് പ്രശ്നം ഇവിടെയാണ്, വേഗം ക്ലിയർ ചെയ്യണം. അപ്പൊ ആകെ വരിടാവണ്ട, നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. ഇതിനൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. കുറേ ടെക്നിക്കുകൾ നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളുള്ളവര് ചെയ്യേണ്ട, അവർക്കുണ്ടാകുന്ന ബോഡി ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞുതരാം. ഒന്ന് ടെൻഷൻ, നമ്മൾ നെക്കിന്റെ ഭാഗത്ത്, ഷോൾഡറിന്റെ ഭാഗത്തൊക്കെ ടെൻഷൻസ് വരും. അതേപോലെ ഉള്ളിലൊരു ഇങ്ങനെ ഈ ഇലക്ട്രിസിറ്റി അടിക്കുന്ന പോലെ സംഭവം വരും. ഷോക്ക് അടിക്കുന്ന ഒരു എഫക്റ്റ് വരും. പിന്നെ അപ്പർ ബാക്ക്, നമ്മളെ അപ്പർ ബാക്കിലൊക്കെ ടൈറ്റ് വരും, നല്ല ടൈറ്റ് വരും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നല്ല ബാക്ക് പെയിൻ ഉണ്ടാവും. പിന്നെ ചില സമയത്ത് ചില സ്ഥലങ്ങൾ മാത്രം ഇങ്ങനെ എന്താ പറയുക, ചെറിയൊരു എഫക്റ്റ്. ചില ആൾക്കാർ പറയാം, സാർ എപ്പോഴും ഇല്ല, ചില കാര്യങ്ങൾ ചില സ്ഥലത്ത് ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയൊരു വേദന അങ്ങ് വന്നു പോവുക, കുറേ നേരം നിൽക്കുക, ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് പോവും, തൊടുന്ന സമയത്തേക്ക് വേദന ഉണ്ടാവുക. ഇതൊക്കെ നമ്മുടെ ഈ കണക്റ്റഡ് ആണ്, മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വേദനകൾ ഉണ്ടാകുമ്പോൾ വരും. പിന്നെ അടുത്തത്, നമുക്ക് നല്ല സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ രാത്രിയിലൊക്കെ പെയിൻ വരും. രാത്രിയിലൊക്കെ പല ഭാഗത്തും പെയിൻ വരുന്ന കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരുപാട് ടെക്നിക്കുകൾ ഇതിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്തിങ് നോർമൽ ആക്കുക. അതായത് 4 സെക്കൻഡ് ശ്വാസം എടുത്തിട്ട് ഡീപ്പായിട്ട് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. എന്നിട്ട് പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളെ മസിലുകളെല്ലാം അയഞ്ഞു വരുന്ന പോലെ ഫീൽ ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് മസിലുകളെല്ലാം അയഞ്ഞു വരുന്നതുകൊണ്ട് ഫീൽ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അനുലോമ വിലോമ പ്രാണായാമം ചെയ്യാം. അത് നിങ്ങളെ സ്ട്രെസ് നല്ലപോലെ കുറയ്ക്കും. സ്ട്രെസ് കുറയുമ്പോൾ തന്നെ പെയിൻ നല്ലപോലെ കുറയും. നോട്ട് ചെയ്തോളൂ, ഇതൊക്കെ പോയിന്റുകളാണ്, എക്സ്ട്രാ പോയിന്റുകളാണ് ഇത് ക്ലിയർ ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മുദ്രകളിൽ ഞാനിപ്പോൾ 2 മുദ്ര ചെയ്യിപ്പിക്കാം. വേദനകൾ മാറുന്ന മുദ്രകൾ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾ റിലാക്സേഷൻ ചെയ്യിപ്പിക്കുന്നത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഞാൻ നിങ്ങൾ റിലാക്സ് ചെയ്യിപ്പിക്കാൻ പോവാണ്. പിന്നെ അതേപോലെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് എന്റെ കാലിന് വേദന വയ്യ, നല്ല ദിവസമായി തുടങ്ങിയിട്ട് കാല് തീരെ പൊക്കാൻ പറ്റുന്നില്ല, ഇതിങ്ങനെ നമ്മളോടും പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളെ കാണുന്ന കണ്ട എല്ലാവരോടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ വേദന അടിക്കടി കൂറിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ നമ്മളോട് എന്താണ് പറയുന്നത് അത് നമ്മളാവും. അതുകൊണ്ട് ആ കൈ ഇങ്ങനെ വെച്ചിട്ട്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ നല്ല സന്തോഷവതിയാണ്, ഞാൻ നല്ല സന്തോഷവാനാണ്. നമ്മൾ സെൽഫ് ടോക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ ജീവിതത്തിൽ ഉയർച്ച കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ സെൽഫ് ടോക്ക് ശ്രദ്ധിച്ചാൽ മതി.